ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നോർത്ത് കേരള സെക്ഷൻ്റെ ശാബത്ത് സ്കൂൾ പാഠപഠനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്കറിയാം, നാം ഈ 2ാം ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വൻ വിവാദം എന്ന പാഠമാണ്. നമുക്കിന്ന് പഠിക്കേണ്ടത് പാഠം 8 അതിൻ്റെ തലവാചകം വിശുദ്ധ മന്ദിരത്തിൽ നിന്നുള്ള വെളിച്ചം. ഇതിന് മനപ്പാഠവാക്യമായി കൊടുത്തിരിക്കുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം 8ാം അധ്യായം അതിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ. നാം ഈ പറയുന്നതിൻ്റെ സാരം എന്തെന്നാൽ, സ്വർഗത്തിൽ മഹിമാസനത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നവനായി വിശുദ്ധ സ്ഥലത്തിൻ്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിൻ്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. നമുക്കറിയാം, നാം കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു 1844 നിരാശ. 1844 ഒക്ടോബർ മാസം 22-ാം തീയതി യേശു വരും എന്ന് പ്രതീക്ഷിച്ച് മില്ലറൈറ്റ് മൂവ്മെൻറ്റിൽ അനേകം ആൾക്കാർ കൂടിയിരുന്നു. എന്നാൽ യേശു വന്നില്ല. അതൊരു നിരാശയുടെ ദിവസമായി മാറി. എന്നാൽ ഈ നിരാശ കഴിഞ്ഞപ്പോൾ ഈ വില്യം മില്ലറിൻ്റെ അനുയായികളായ ചിലർ ഒത്തുകൂടുകയും അവർ വചനം വീണ്ടും പഠിക്കുകയും ചെയ്തു. അവർ ഏറ്റവും കൂടുതൽ പഠിച്ചത് എബ്രായർക്ക് എഴുതിയ ലേഖനമായിരുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം അനേകം പുസ്തകങ്ങളും വാക്യങ്ങളും എല്ലാം പഠിച്ചു. എന്നാൽ അവരുടെ ശ്രദ്ധ കൂടുതലായിട്ട് പതിഞ്ഞത് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലും ദാനിയേലിൻ്റെ പ്രവചനത്തിലുമായിരുന്നു. അതായത് എബ്രായർക്ക് എഴുതിയ ലേഖനം 8ാം അധ്യായം, അതുപോലെ തന്നെ ദാനിയേൽ 7ഉം 8ഉം അധ്യായങ്ങൾ, ഇതിലൊക്കെയായിരുന്നു അവരുടെ ശ്രദ്ധ കൂടുതൽ പതിഞ്ഞത്. അവർ ഈ എബ്രായ ലേഖനം വിശദമായി പഠിച്ചു. അതിൽ അവർക്ക് മനസ്സിലായി, യേശു വിശുദ്ധ മന്ദിരത്തിലെ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചതാണ് നമുക്ക് വേണ്ടി പരിശോധന ന്യായവിധി നടത്തുവാൻ വേണ്ടി അവിടേക്ക് ആ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചതാണ് എന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അതുപോലെ തന്നെ അവർ ദാനിയേൽ 7ഉം 8ഉം താരതമ്യം ചെയ്ത് പഠിച്ചു. നമുക്കും അതൊന്ന് പഠിക്കാം. ദാനിയേൽ 7 നാം നോക്കുമ്പോൾ അവിടെ 4 മൃഗങ്ങളെക്കുറിച്ച് പറയുന്നു. അതായത് സിംഹം, അതിന് വിശദീകരണം ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. സിംഹം, അതായത് ബാബിലോൺ. ആ സിംഹം എന്നുദ്ദേശിക്കുന്നത് ബാബിലോൺ രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കരടിക്ക് സമമായ ഒരു മൃഗം, അത് മേദ്യ പേർഷ്യയെ പ്രതിനിധീകരിക്കുന്നു. അതുപോലെ തന്നെ പുള്ളിപ്പുലിക്ക് സമമായ ഒരു മൃഗം, അത് ഗ്രീസിനെ പ്രതിനിധീകരിക്കുന്നു. അതുപോലെ തന്നെ ഘോരവും ഭയങ്കരവുമായ മറ്റൊരു മൃഗം, അത് റോമിനെ പ്രതിനിധീകരിക്കുന്നു. ഇതേ കാര്യം തന്നെ ദാനിയേൽ 8ലും പറഞ്ഞിട്ടുണ്ട്. അതിൽ ബാബിലോണിനെ കുറിച്ച് പറയുന്നില്ല, എന്നാൽ മേദ്യ പേർഷ്യ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. മേദ്യ പേർഷ്യ ഒരു ആട്ടുകൊറ്റനോട് സമമാണെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഗ്രീസ് കോലാട്ടുകൊറ്റന് സമമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ കോലാട്ടുകൊറ്റനെ സൂചിപ്പിക്കുന്നത് അലക്സാണ്ടർ ചക്രവർത്തിയാണ്. ഈ അലക്സാണ്ടർ ചക്രവർത്തി ഭരണം കഴിയുമ്പോൾ അലക്സാണ്ടർ ചക്രവർത്തിയുടെ 4 ജനറൽമാർ അവിടെ ഭരണമേൽക്കുന്നു. അതിനെയാണ് പിന്നെ 4 കൊമ്പുകളെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ 4 കൊമ്പുകൾ കഴിയുമ്പോഴാണ് റോമ സാമ്രാജ്യം ഭരണത്തിലേക്ക് വരുന്നത്. അത് നമുക്ക് 8ാം അധ്യായം അതിൻ്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചാൽ അത് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്ക് ഒന്ന് വായിക്കാം. 8ാം അധ്യായം അതിൻ്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ദാനിയേൽ 8ാം അധ്യായം അതിൻ്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. അവൻ നയബുദ്ധിയാൽ തൻ്റെ ഉപായം സാധിപ്പിക്കുകയും സ്വഹൃദയത്തിൽ വമ്പ് ഭാവിച്ച് നിശ്ചിന്തയോടെ ഇരിക്കുന്ന പലരെയും നശിപ്പിക്കുകയും കർത്താവിനോട് എതിർത്ത് നിന്ന് കൈ തൊടാതെ തകർന്നു പോവുകയും ചെയ്യും. സന്ധ്യകളെയും ഉഷസ്സുകളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദർശനം സത്യമാകുന്നു. ദർശനം ബഹുകാലത്തേക്കുള്ളതാകയാൽ അതിനെ അടച്ചു വയ്ക്കുക എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അതായത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നമ്മൾ വായിച്ചു കേട്ട കർത്താവിനോട് എതിർത്ത് നിന്ന് കൈ തൊടാതെ തകർന്നു പോയ സാമ്രാജ്യം റോമാ സാമ്രാജ്യമാണ്. ആ റോമാ സാമ്രാജ്യത്തെക്കുറിച്ചും ഈ ദാനിയേൽ 8ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ദാനിയേൽ 7ാം അധ്യായത്തിൽ അതിൻ്റെ അവസാനത്തിൽ നമുക്ക് ന്യായവിധി സ്വർഗത്തിൽ നടക്കുന്നതായിട്ട് കാണുന്നു.
അതുപോലെ തന്നെ ദാനിയേൽ 8-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ വിശുദ്ധ മന്ദിരത്തിൻ്റെ ശുദ്ധീകരണത്തെക്കുറിച്ച് കാണും. അപ്പോൾ ഇത് രണ്ടും നാം താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഭരണകാലം എല്ലാം കഴിയുമ്പോൾ അവിടെ നടക്കുന്നത് ന്യായവിധി അഥവാ സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരത്തിൻ്റെ ശുദ്ധീകരണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഭൗമിക വിശുദ്ധി മന്ദിരത്തിൻ്റെ പൂർത്തീകരണമാണ് നമ്മൾ സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിൽ നാം കാണുന്നത്. ഈ സമാനതകൾ വിശുദ്ധ മന്ദിരത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കാൻ സഹായിക്കുന്നു. അത് ആഗമനത്തിന് മുമ്പുള്ള പരിശോധന ന്യായവിധിയാണ്. ഇവിടെ അന്വേഷണാത്മക ന്യായവിധി എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ നമുക്ക് അഡ്വന്റിസ്റ്റുകാർക്ക് കൂടുതൽ പരിചിതമായ വാക്ക് പരിശോധന ന്യായവിധിയാണ്. അപ്പോൾ ഈ ആഴ്ചയിലെ പാഠത്തിൽ വിശുദ്ധ മന്ദിരത്തിലെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ സുപ്രധാന തിരുവചനത്തെ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. നമുക്ക് ഈ ആഴ്ചയിൽ പഠിക്കേണ്ടത് വൻവിവാദത്തിൻ്റെ 22 മുതൽ 24 വരെയുള്ള അധ്യായവും 28-ാം അധ്യായമാണ്. അതിനെ ആസ്പദമാക്കിയാണ് നമുക്ക് ഈ ആഴ്ചയിൽ പഠിക്കാനുള്ളത്. നമുക്ക് തുടർന്ന് പഠിക്കാം. ഞായറാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് സ്വർഗീയ വിശുദ്ധ മന്ദിരം. ഇവിടെ പുറപ്പാട് 25-ാം അധ്യായം 8-ാം വാക്യവും 9-ാം വാക്യവും 40-ാം വാക്യവും പറഞ്ഞിരിക്കുന്നത് ദൈവം കാണിച്ചു കൊടുത്ത മാതൃകയിൽ മോശ ഭൂമിയിൽ ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കിയെന്നാണ്. അതുപോലെ തന്നെ എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ സ്വർഗത്തിൽ ഒരു വിശുദ്ധ മന്ദിരമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം 2 വിശുദ്ധ മന്ദിരങ്ങളുണ്ട്. ഒന്ന് ഭൗമികമായ ഒരു വിശുദ്ധ മന്ദിരവും അടുത്തത് സ്വർഗീയമായ വിശുദ്ധ മന്ദിരവും. ഈ സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരമാണ് യഥാർത്ഥ വിശുദ്ധ മന്ദിരം. ആ വിശുദ്ധ മന്ദിരത്തിൻ്റെ മാതൃകയിലാണ് ഭൂമിയിൽ വിശുദ്ധ മന്ദിരം സ്ഥാപിതമാക്കിയത്. ഈ ഭൂമിയിൽ നടന്ന ഓരോ ശുശ്രൂഷകളും ശരിക്കും സ്വർഗത്തിലുള്ളതിൻ്റെ നിഴൽ മാത്രമായിരുന്നു. എന്നാൽ യേശുവിൻ്റെ ക്രൂശീകരണത്തോടുകൂടി ഈ വിശുദ്ധ മന്ദിരം, അതായത് ഭൂമിയിലുള്ള മരുഭൂമിയിൽ സ്ഥാപിച്ച ആ വിശുദ്ധ മന്ദിരത്തിലെ എല്ലാ ശുശ്രൂഷകളും അവിടെ അവസാനിക്കുകയാണ്. കാരണം സ്വർഗത്തിൽ ആയിരുന്ന യേശു ഭൂമിയിൽ വന്ന് യാഗമായിട്ട് പിന്നെ യാഗാദി കർമ്മങ്ങളൊന്നും ഇനി ആവശ്യമില്ല. ഇനി നമുക്ക് ആവശ്യമുള്ളത് ആ യേശുവിൽ വിശ്വസിച്ച് അവൻ്റെ ആ തിരു രക്തത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായിക്കൊണ്ട് പാപക്ഷമയ്ക്ക് വേണ്ടി നാം യാചിക്കുകയാണ് ചെയ്യേണ്ടത്. യാചിക്കുമ്പോൾ തീർച്ചയായും ആ പാപക്ഷമ നമുക്ക് ലഭിക്കുകയും അങ്ങനെ നമുക്ക് സ്വർഗത്തിൽ പോകുവാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ സ്വർഗത്തിൻ്റെ ഒരു നിഴൽ മാത്രമായിരുന്നു. ഓരോ കുഞ്ഞാടും പ്രതിനിധീകരിച്ചിരുന്നത് യേശുവിനെയായിരുന്നു. എന്നാൽ ആ പ്രതിനിധീകരിച്ചിരുന്ന ആ കുഞ്ഞാട് തന്നെ വന്ന് യാഗമായി തീർന്നു. പിന്നെ ഒരു യാഗത്തിൻ്റെയും ആവശ്യമില്ല. നമുക്കൊരു വാക്യം വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. കാരണം ദൈവത്തോട് അടുക്കുന്ന ആരായാലും തന്നെ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ പ്രാപ്തനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് ആ കരങ്ങളിൽ നാം പൂർണ്ണമായി ആശ്രയിക്കുകയാണെങ്കിൽ തീർച്ചയായും പാപക്ഷമ നമുക്ക് ലഭിക്കുകയും ആ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യും. നമുക്ക് നോക്കുമ്പോൾ ഈ പാപത്തിന് പിന്നെ നമ്മൾ ഒരിക്കലും അടിമകളാകുന്നില്ല. സാത്താൻ പലപ്പോഴും പറയുമായിരിക്കും ഇയാൾ എൻ്റെ ആളാണ്, അവൻ പാപിയാണെന്ന് പറഞ്ഞാലും ആ പാപത്തിന് ഒരിക്കലും നമുക്ക് അടിമയാവാൻ സാധിക്കില്ല. ഈ ക്രിസ്തുവിൻ്റെ ഈ മധ്യസ്ഥത, ക്രിസ്തുവിൻ്റെ ഈ ത്യാഗം വഴി ക്രിസ്തുവിൽ നാം സ്വതന്ത്രരായിട്ട് എപ്പോഴും ജീവിക്കും. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. യേശു സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യും എന്നതിൻ്റെ അർത്ഥം എന്താണ്? തീർച്ചയായും അതിൻ്റെ അർത്ഥം സ്വർഗത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഇവിടെ ഭൂമിയിൽ യാഗമായെങ്കിലും സ്വർഗത്തിലും മധ്യസ്ഥ ശുശ്രൂഷ അവിടെ ഇപ്പോഴും ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ യേശു പറയുകയാണ്, ഇതാ സാത്താൻ പറയുന്നു ഇവൻ എൻ്റെ മകനാണ്, പല പല പാപങ്ങൾ ഇവൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴും യേശു മറുഭാഗത്ത് നിന്നുകൊണ്ട് പറയുകയാണ്, ഇല്ല, ഇവൻ ചെയ്ത പാപങ്ങൾ അത് എൻ്റെ അടുത്ത് പാപക്ഷമയ്ക്ക് വേണ്ടി അയച്ചതുകൊണ്ട്
എൻ്റെ തിരുരക്തത്താൽ, എൻ്റെ രക്തത്താൽ ഞാൻ ആ പാപത്തെ എല്ലാം മായ്ച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മുൻപിൽ, ദൈവമാണ് ന്യായാധിപതി, ദൈവത്തിൻ്റെ മുൻപിൽ നമ്മെ വളരെ വെണ്മയായി നിർത്തുവാൻ യേശുവിന് സാധിക്കും. അതിൻ്റെ അർത്ഥം അവൻ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നു എന്നാണോ? തീർച്ചയായും അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. നിങ്ങൾക്ക് ഒരു മധ്യസ്ഥൻ ആവശ്യമായിരിക്കുന്നത് എന്തു? നമുക്ക് മധ്യസ്ഥൻ ആവശ്യമാണ് എവിടെ പോയാലും. കാരണം 2 പേർ മാത്രമാണ് ഒരു കോടതിയിൽ പോയാൽ, അവർക്ക് ഒരു ജഡ്ജിയും ഒരു പ്രതിയും മാത്രമാണെങ്കിൽ ഈ ജഡ്ജിയുടെ അടുത്ത് ഈ പ്രതിയുടെ കാര്യങ്ങൾ പറയുവാനോ, അത് മൂന്നാമതൊരാൾ പറയുമ്പോഴാണ് കൂടുതൽ വിശ്വാസയോഗ്യമാകുന്നത്. അങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാനോ ആരും തന്നെ കാണില്ല. അപ്പോൾ ചിലപ്പോൾ ഇവരുടെ സത്യസന്ധത വെളിപ്പെടുത്തുവാൻ ഒരിക്കലും സാഹചര്യമുണ്ടാവുകയില്ല. അപ്പോൾ അങ്ങനെ ആ സാഹചര്യത്തിൽ മൂന്നാമതൊരാൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ മധ്യസ്ഥൻ്റെ ആവശ്യം ഉണ്ട്. ഈ സത്യം നല്ല വാർത്തയായിരിക്കുന്നത് എന്തുകൊണ്ട്? തീർച്ചയായും ഒരു സത്വാർത്ത, നല്ല വാർത്ത തന്നെയാണിത്. കാരണം നാം പാപത്തിൽ അടിമപ്പെട്ടു പോകാതെ നമുക്ക് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ സാധിക്കും. ദൈവം നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. തിങ്കളാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് അതിവിശുദ്ധ സ്ഥലത്തിൽ. ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായം 21-ാം വാക്യത്തിൽ അവിടെ യാഗം കഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ 29 മുതൽ 34 വരെയുള്ള വാക്യത്തിൽ അവിടെ മഹാപാപപരിഹാര ദിനത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഈ പാപപരിഹാര ദിനം 7-ാം മാസം 10-ാം തീയതിയാണ് നടത്തുന്നത്. അതുപോലെ തന്നെ ലേവ്യർ 23-ന്റെ 26 മുതൽ 32 വരെ പാപപരിഹാര ദിനത്തിനെ കുറിച്ച് വീണ്ടും പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം. ലേവ്യർ 23-ന്റെ 26 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, 7-ാം മാസം 10-ാം തീയതി പാപപരിഹാര ദിവസമാകുന്നു. അന്ന് നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം. നിങ്ങൾ ആത്മതപനം ചെയ്യുകയും യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കുകയും വേണം. അന്ന് നിങ്ങൾ യാതൊരു വേലയും ചെയ്യരുത്. അത് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിനുള്ള പാപപരിഹാര ദിവസം. അന്ന് ആത്മതപനം ചെയ്യാത്ത ഏവനെയും അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. അന്ന് ആരെങ്കിലും വല്ല വേലയും ചെയ്താൽ അവനെ ഞാൻ അവൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നശിപ്പിക്കും. യാതൊരു വേലയും ചെയ്യരുത്. ഇത് സകല വാസസ്ഥലങ്ങളിലും എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. അത് നിങ്ങൾക്ക് സ്വസ്ഥതയ്ക്കുള്ള ശബ്ബത്ത്. അന്ന് നിങ്ങൾ ആത്മതപനം ചെയ്യണം. ആ മാസം 9-ാം തീയതി വൈകുന്നേരം മുതൽ പിറ്റേന്നാൾ വൈകുന്നേരം വരെ നിങ്ങൾക്ക് ശബ്ബത്തായിരിക്കണം. വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ശബ്ബത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് 7-ാം മാസം 10-ാം തീയതിയാണ് പാപപരിഹാര ദിനം. എന്നാൽ 9-ാം തീയതി വൈകുന്നേരം മുതൽ പിറ്റേന്നാൾ വൈകുന്നേരം വരെ നിങ്ങൾ യാതൊരു വേലയും ചെയ്യരുതെന്ന് ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. ഈ വിശുദ്ധ മന്ദിരത്തിൽ പുരോഹിതന്മാർ എല്ലാ ദിവസവും യാഗം ചെയ്യും. ഓരോ ദിവസവും അവർ ആരെങ്കിലും പാപം ചെയ്താൽ അവർ വന്ന് യാഗപീഠത്തിൽ ആടിനെ അറുക്കുകയും അതിൻ്റെ രക്തം അത് വിശുദ്ധ മന്ദിരത്തിൽ തളിക്കുകയും ചെയ്യും ഈ പുരോഹിതൻ. ആ രക്തം ശരിക്കും വിശുദ്ധ മന്ദിരം വരെ എത്തുന്നുള്ളൂ. എപ്പോഴും ഈ രക്തം വിശുദ്ധ മന്ദിരത്തിലെത്തും. അതിന് എബ്രായ ഭാഷയിൽ യോം കിപ്പൂർ എന്ന് വിളിക്കുന്ന ഒരു പാപപരിഹാര ദിനമുണ്ട്. എന്നാൽ കാരണം ഓരോ ദിവസവുമുള്ള യാഗം വിശുദ്ധ മന്ദിരം വരെ എത്തും. എന്നാൽ വർഷത്തിലൊരിക്കൽ അവർ ഒരു പാപപരിഹാര ദിവസം ആചരിക്കുന്നു. അതായത് ഈ വിശുദ്ധ മന്ദിരത്തിൽ കൊണ്ടുചെന്ന എല്ലാ പാപങ്ങളും ആ വിശുദ്ധ മന്ദിരത്തിൻ്റെ പുറത്തു കൊണ്ടുവരികയാണെന്ന്. അന്ന് പുറത്തു കൊണ്ടുവരിക വഴി ഇത് വിശുദ്ധ മന്ദിരത്തിൻ്റെ പുറത്താക്കുന്ന ഒരു പ്രക്രിയയാണ് ശരിക്കും. അത് വളരെയധികം കുറച്ച് ദീർഘമേറിയ പല കാര്യങ്ങൾ അടങ്ങിയ ഒരു പ്രക്രിയയാണ്. ആദ്യമേ തന്നെ ഈ മഹാപുരോഹിതൻ ആദ്യം അതിന് ധരിക്കാനുള്ള ഒരു വെള്ള കുപ്പായമുണ്ട്. ഈ വളരെ ചുരുക്കമായി ഞാൻ പറയുകയാണ്, കുപ്പായമുണ്ട്. ഈ കുപ്പായം ധരിക്കുകയും അതിന് മുമ്പ് ജലസ്നാനം ചെയ്യണം.
കുപ്പായം ധരിക്കും. ധരിച്ചതിന് ശേഷം ഈ മന്ദിരത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ആദ്യം ഒരു കാളക്കിടാവിനെ യാഗം കഴിക്കണം. ഈ കാളക്കിടാവ് ഈ പുരോഹിതനും ഭാര്യയ്ക്കും മക്കൾക്ക് വേണ്ടി അവരെന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് ഈ കാളക്കിടാവിനെ യാഗം കഴിക്കുക. ഈ കാളക്കിടാവിനെ യാഗം കഴിച്ചു കഴിഞ്ഞ് അതിൻ്റെ രക്തം ഈ മന്ദിരത്തിന് അരികെയും മന്ദിരത്തിന് മുന്നിലും ഒക്കെ തളിച്ചതിന് ശേഷം അത് 2 യാഗപീഠങ്ങൾ കൊമ്പുകളിൽ തളിക്കും. ധൂപപീഠത്തിനും അതുപോലെ തന്നെ യാഗപീഠത്തിൻ്റെയും കൊമ്പുകളിൽ തളിക്കും. അതിന് ശേഷം പിന്നെ 2 ആട്ടിൻകുട്ടികളെ എടുക്കും. അതായത് 2 ആട്ടിൻകുട്ടികളിൽ ഒരെണ്ണം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കും, മറ്റേത് അശശയിൽ അതായത് പിശാചിന് വേണ്ടി. അപ്പോൾ ആദ്യത്തെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഈ കോലാടിനെ ആദ്യം കൊണ്ടുവരികയും അതിൻ്റെ പേരിൽ യേശുവിനെയാണ് പ്രതിനിധീകരിച്ചിരുന്നത്. അങ്ങനെ യേശുവിനെ പ്രതിനിധീകരിക്കുന്ന ഈ കോലാടിനെ അറുക്കുകയും അതിൻ്റെ രക്തം അതുപോലെ തന്നെ വിശുദ്ധ മന്ദിരത്തിൻ്റെ അതിൻ്റെ വശത്തും മുൻപിലും പിന്നെ 2 യാഗപീഠങ്ങളുടെ കൊമ്പുകളിലും എല്ലാം തളിക്കുന്നു. അത് കഴിഞ്ഞാണ് ഈ അശശേൽ എന്ന് പറഞ്ഞാൽ ഈ പിശാചിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ആട്. ആടിനെ ആടിൻ്റെ പുറത്ത് എല്ലാ പാപങ്ങളും അതിൻ്റെ പുറത്ത് ചുമത്തിയതിന് ശേഷം ഈ ആടിനെ മരുഭൂമിയിലേക്ക് വിടുകയാണ്. അതായത് മരുഭൂമിയിൽ വെറുതെ വിടുകയല്ല, കൂടെ പോവും. ഈ ആടിൻ്റെ കൂടെ ഒരാളെയും കൂടെ വിടും. ആളെയും കൂടെ വിട്ട് ആ ആൾ മരുഭൂമിയിൽ ദൂരെ കൊണ്ടുവന്ന് ഈ ആടിനെ കളയുകയും അത് കഴിഞ്ഞ് ഈ ആൾ തിരിച്ചു വന്ന് വീണ്ടും കുളിച്ച് ശുദ്ധിയായാണ് എന്നാലേ ബാക്കി എല്ലാവരും തൊടുവാനോ വേറെ എന്തെങ്കിലും പ്രക്രിയ അവർ ചെയ്യണമെങ്കിൽ ശുദ്ധമായതിനു ശേഷമേ സാധിക്കുള്ളൂ. അങ്ങനെ ആണ് 2 ആട്ടിൻകുട്ടികൾ, അതായത് ഒന്ന് കാള ഈ പുരോഹിതന് വേണ്ടിയാണ് അർപ്പിക്കപ്പെടുന്നത്. അത് കഴിഞ്ഞ് കോലാടുകൾ ഒന്ന് ദൈവത്തിന് വേണ്ടിയും രണ്ടാമത്തത് അത് അശശേലിന് വേണ്ടിയും, എന്നിട്ട് ആ പാപമെല്ലാം ചുമത്തി വിടുകയും ചെയ്യും. ഇതാണ് അവിടെ നടക്കുന്നത്, പാപപരിഹാരം. അപ്പോൾ ഈ സമയത്ത് ചുറ്റുമിരിക്കുന്ന ആൾക്കാർ, അപ്പോൾ ഈ പ്രാകാരത്തിലൊന്നും ആരും കാണാൻ പാടില്ല, അതിനും പുറത്താണ് ആൾക്കാർ ആത്മതപനം ചെയ്ത് അവരുടെ പാപങ്ങൾക്ക് അയ്യോ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവർ ആത്മതപനം ചെയ്ത് അവർ ഉപവാസത്താലാണ് അവരവിടെ ആയിരിക്കുന്നത്, അവരുടെ പാപങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട്. അതാണ് ഈ 7-ാം മാസം 10-ാം തീയതി, അതായത് 9-ാം തീയതി വൈകുന്നേരം മുതൽ 10-ാം തീയതി വൈകുന്നേരം വരെ അവർ അവിടെ ആയിരിക്കുന്നതാണ് മഹാപാപ പരിഹാര ദിനമെന്ന് പറയുന്നത്. അപ്പോൾ ഈ മഹാപാപ പരിഹാര ദിനത്തിനെയാണ് ശരിക്കും അത് ശുശ്രൂഷ ചെയ്യാനാണ് പുരോഹിതൻ ഈ വിശുദ്ധ മന്ദിരത്തിലെ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ 1844 നടന്നു എന്ന് പറയുന്നത് ഇതാണ്. സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിലെ പാപപരിഹാര ദിനമായിരുന്നു ഈ 1844 തികഞ്ഞത്. അത് യേശു എന്തിനാണ് ആ വിശുദ്ധ മന്ദിരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരു പരിശോധന ന്യായവിധി നടത്തുവാൻ വേണ്ടിയാണ് അവിടെ പ്രവേശിച്ചത്. ആ പരിശോധന ന്യായവിധിയുടെ സമയത്ത് എങ്ങനെയാണോ മഹാപുരോഹിതൻ ഈ ഭൗമികമായ വിശുദ്ധ മന്ദിരത്തിൽ ആത്മതപനം ചെയ്തുകൊണ്ട് ചുറ്റുമുള്ള ആൾക്കാർ അവരുടെ പാപങ്ങൾക്ക് വേണ്ടി അവർ പാപക്ഷമ യാചിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപവാസത്താലും പ്രാർത്ഥനയാലും അവരിരുന്നതോ അതുപോലെ തന്നെ നാമും ഈ സമയത്ത് ഈ 1844 ഈ പരിശോധന ന്യായവിധിയുടെ സമയമാണ്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ അതുപോലെ തന്നെ ആയിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു, ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ പാപപരിഹാര ദിനത്തിൻ്റെ പ്രാധാന്യം എന്താണ്? തീർച്ചയായും പാപപരിഹാര ദിനത്തിന് പ്രാധാന്യമുണ്ട്. നാം ഓരോ ദിവസവും നാം ഈ പരിശോധന ന്യായവിധിയിൽ കൂടെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കൃപാകാലം എന്ന് അവസാനിക്കുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ദിനംതോറും നമ്മുടെ പാപങ്ങളെ ഓർത്ത് ആത്മതപനം ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ജീവിത രീതിയിൽ അത് എന്തുകൊണ്ട് വ്യത്യാസം വരുത്താം? നമ്മുടെ ജീവിത രീതിയിൽ വ്യത്യാസം വരുത്തേണ്ടതും ആവശ്യമാണ്. കാരണം പാപങ്ങൾ അഥവാ ചെയ്തു പോകുന്ന അതിന്
നമ്മൾ പാപക്ഷമ യാചിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ആ പരിശോധന ന്യായവിധിയിൽ നമ്മുടെ കൃപയിലെ കാലം അവസാനിച്ചു പോവുകയും നമുക്ക് പിന്നെ രക്ഷപ്പെടുവാൻ സാധിക്കാതെ വരികയും ചെയ്യും. ബൈബിളിൻ്റെ വാക്യം പറയുന്ന പോലെ അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നന്മ ചെയ്യുന്നവൻ ഇനിയും നന്മ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ആ കൃപയുടെ വാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷയുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും നമ്മൾ ആത്മതപനം ചെയ്തുകൊണ്ടായിരിക്കാം. ദൈവം നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചൊവ്വാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. ചൊവ്വാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് ന്യായവിധി സമാഗതമായി. ഇതിന് ആധാരവാക്യമായി കൊടുത്തിരിക്കും ദാനിയേൽ 7:9-10, വെളിപ്പാട് 14:6-7. ഇത് രണ്ടും തമ്മിലുള്ള സാമ്യം എന്താണെന്ന് ഇവിടെ ചോദിച്ചിരിക്കുകയാണ്. ഇത് തമ്മിലുള്ള സാമ്യം അത് രണ്ടും ന്യായവിധിയെക്കുറിച്ച് പറയുന്നു എന്നതാണ്. നമുക്കറിയാം, നേരത്തെ നമ്മൾ കേട്ടു, കൃപാകാലം അവസാനിക്കുന്ന ഒരു നാഴികയുണ്ട്. ആ കൃപാകാലം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വിധി നമുക്ക് മാറ്റി എഴുതുവാൻ സാധിക്കുകയില്ല. ഇവിടെ സഭാപ്രസംഗി 12:14 പറഞ്ഞിരിക്കുന്നു, ദൈവം നല്ലതും സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. അതുപോലെ തന്നെ മത്തായി 12:36 പറഞ്ഞിരിക്കുന്നു, എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഓരോ നിസ്സാര വാക്കിനും നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുപോലെ വെളിപ്പാട് 14:7 പറഞ്ഞിരിക്കുന്നു, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ഒരു വാക്യം കൂടെ 1 കൊരിന്ത്യർ 4:7 പറഞ്ഞിരിക്കുന്നത്, അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അതായത് നമ്മൾ ഇരുട്ടിൽ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വെളിച്ചത്ത്, നമ്മുടെ രഹസ്യ പാപങ്ങളെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒരു ദിനമാണ് ശരിക്കും ന്യായവിധിയുടെ ദിനം. നമുക്കൊരു വാക്യം വായിക്കാം. വെളിപ്പാട് 22:10-12 വരെ. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുവാൻ ദൈവം വേഗം വരുന്നു. ഇവിടെ നാം നോക്കുമ്പോൾ ഒരിക്കലും നമുക്ക് രണ്ടാം ഊഴം ഉണ്ടായിരിക്കുകയില്ല. ഇനി പിന്നെ നമുക്ക് നന്നാവണമെന്ന് നാം ചിന്തിച്ചാൽ നന്നാവാൻ സാധിക്കുകയില്ല. പിന്നെ അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ എന്ന് തന്നെ തീരുമാനം, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ എന്നുള്ള അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരും. നമുക്കറിയാം, മത്തായി 25-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 13 വരെ ഉള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു ഉപമ, അതായത് 10 കന്യകമാരുടെ ഉപമ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ 10 കന്യകമാരുടെ ഉപമയിൽ പ്രധാനമായും 2 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, ക്രിസ്തുവിനായി നമ്മൾ രണ്ടുപേരും ഒരുപോലെ ഒരുങ്ങിയിരുന്നു, എന്നാൽ ഒരു കൂട്ടർ അധികമായി എണ്ണ കരുതിയിരുന്നു, എന്നാൽ മറ്റുള്ളവർ മറ്റ് 5 പേർ അധികമായി എണ്ണ കരുതിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ എണ്ണ പ്രതിനിധീകരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. നാം കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ചു, നമ്മുടെ തിരുവചനം 2 വിളക്കായി 2 സാക്ഷികളായി അവിടെ നിൽക്കുമ്പോൾ ആ 2 സാക്ഷികൾക്ക് വശത്തായി ഒലിവ് മരങ്ങളുണ്ടായിരുന്നു. ഈ ഒലിവ് മരങ്ങൾ ഈ സാക്ഷ്യമാകുന്ന വിളക്കുകൾക്ക് എണ്ണ പകർന്നുകൊണ്ടേയിരുന്നു. ആ പരിശുദ്ധാത്മാവ് ഈ വചനത്തെ എപ്പോഴും പോഷിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഈ പരിശുദ്ധാത്മാവിന് നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ തീർച്ചയായും ആ വിളക്കിന് പ്രകാശിക്കുവാൻ സാധിക്കുകയില്ല. ആ വിളക്ക് കെട്ടുപോകുക തന്നെ ചെയ്യും. അവസാന നിമിഷം നാം എണ്ണയ്ക്ക് വേണ്ടി കടം വാങ്ങുവാൻ വേണ്ടി ഓടിയാൽ ആ 10 കന്യകമാരിൽ ആ ബുദ്ധിയുള്ള 5 കന്യകമാർ പറഞ്ഞതുപോലെ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുത്ത് പോയി വാങ്ങുവിൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ സമയം തക്കത്തിൽ വിനിയോഗിച്ചുകൊണ്ട് ഇപ്പോഴേ നാം വിൽക്കുന്നവരുടെ നിന്ന് അത് വാങ്ങിച്ച് ആ പരിശുദ്ധാത്മാവ് നമ്മൾ അധികമായി കരുതി വെച്ചാൽ തീർച്ചയായും ആ മണവാളൻ വരുന്ന ദിവസത്തിൽ നമുക്ക് ആ എണ്ണ തീരുമ്പോൾ വീണ്ടും അതിലേക്ക് പകർന്നുകൊണ്ട്
നമുക്ക് മണവാളനെ കാണുവാനും മണവാളനോടൊപ്പം പോകുവാനും സാധിക്കും. ഈ ഉപമയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അവർ 5 പേർ മണവാളനോടൊപ്പം പോയി കതക് അടച്ചു, പിന്നെ ആ കതക് തുറന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ കൃപയുടെ കാലവും അടയ്ക്കും. ആ അടയ്ക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും കൂടുതലായി നാം എണ്ണ കരുതുവാൻ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ഓരോരുത്തർക്കും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. ബുധനാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് അതിവിശുദ്ധ സ്ഥലത്തെക്കുറിച്ചുള്ള സദ്വാർത്ത. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 14-16 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. ഇവിടെ എബ്രായ ലേഖനം 10:19-22 കൂടെ വായിക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശീലയോടുകൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ടുമാ പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. തീർച്ചയായും നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് പോകാം. നമ്മുടെ പാപങ്ങളെല്ലാം നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും വെണ്മയാക്കി തീർക്കുവാൻ, ആ വസ്ത്രത്തിൽ ഉണ്ടായിരുന്ന കറകളെല്ലാം പൂർണ്ണമായി മാറ്റി വെണ്മ വസ്ത്രം നമ്മെ ധരിപ്പിക്കുവാൻ ദൈവത്തിന് സാധിക്കും. ആ വെണ്മ വസ്ത്രത്തോടുകൂടി നമുക്ക് ആ കൃപാസനത്തിന് അടുത്തേക്ക് ചെല്ലുവാനും സാധിക്കും. അപ്പോൾ നാം ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത് നാം ഏതിലാണോ പിടിച്ചിരിക്കുന്ന സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. അതുപോലെ തന്നെ ഒരിക്കലും അത് ഉപേക്ഷിക്കാൻ പാടില്ല. നമുക്ക് ധൈര്യത്തോടെ ആ കൃപാസനത്തിലേക്ക് ചെല്ലുവാൻ, കാരണം നമ്മുടെ ശരീരത്തിൽ കറകളുണ്ടായിരുന്നു, ചുളുക്കമുണ്ടായിരുന്നു, അതെല്ലാം മാറിയിരിക്കുന്നു. നാം വെണ്മ വസ്ത്രധാരികളായിട്ടാണ് ഇപ്പോൾ ആ കൃപാസനത്തിലേക്ക് പോകുന്നത്. ലജ്ജിക്കേണ്ട ഒരു കാര്യമില്ല. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി അവിടെ ഒരു വക്കീലുണ്ട്, ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മധ്യസ്ഥൻ നമുക്കുണ്ട്. ആ ഒരു ധൈര്യം നമുക്കുണ്ട്. അത് കഴിഞ്ഞ് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജഡ്ജിയായിട്ടിരിക്കുന്നത്, അതായത് ആ നിയമപീഠത്തിൻ്റെ പാലകനായിട്ടിരിക്കുന്നത് ഈ നമ്മുടെ വക്കീൽ തന്നെയാണ്, അവിടുത്തെ ജഡ്ജി. അതെന്തൊരു മഹത്തരമായ കാര്യമാണ്. കാരണം ഒരു ജഡ്ജിയും ഒരു വക്കീലും ഒരാൾ തന്നെ ആകാൻ ഈ ഭൗമികമായ കോടതിയിൽ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്നാൽ സ്വർഗത്തിൽ നമ്മെ പൂർണ്ണമായി നമ്മെ ജനിച്ചത് മുതൽ നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ നമ്മെ അറിയാവുന്ന ഒരാളാണ് നമ്മുടെ വക്കീലും നമ്മുടെ ജഡ്ജിയും. രണ്ടുപേർക്കും നമ്മുടെ പൂർണ്ണമായി അറിയാവുന്ന ഒരു വ്യക്തിയാകുമ്പോൾ ആ കേസ് എന്തുമാത്രം നല്ല രീതിയിൽ പോകുവാൻ സാധിക്കും. അത് എന്തുമാത്രം നല്ല രീതിയിൽ നമുക്ക് അത് പ്രതിഫലം നല്ലത് കിട്ടുന്നു, അതായത് നമുക്ക് വിജയം ഉറപ്പാക്കുന്നത് പോലെയായിരിക്കും ആ കേസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പരിശോധനയായി നടക്കുന്ന ഈ സാഹചര്യത്തിൽ നാം നോക്കുമ്പോൾ ഓരോരുത്തരെയും കേസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കേസ് എടുക്കുന്നത് നാം ഏറ്റവും അറിയുന്നതും നമ്മെ അറിയുന്നതുമായ ആളാണ് അത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അതിവിശുദ്ധ സ്ഥലത്ത് പ്രാകാരത്തിലേക്ക് നോക്കുമ്പോൾ എന്താണ്, ആ പ്രാകാരത്തിൽ നോക്കുമ്പോൾ അവിടെ എല്ലാം നമ്മുടെ ആ യാഗം കഴിച്ചതിൻ്റെ രക്തക്കറകൾ കാണുവാൻ സാധിക്കും. എവിടെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും? നേരത്തെ നമ്മൾ കണ്ടതുപോലെ താമ്ര ബലികൂടത്തിൻ്റെ കൊമ്പുകൾ, ആദ്യം തുടക്കത്തിൽ യാഗപീഠമുണ്ട്. ആ താമ്ര ബലികൂടത്തിൽ നമ്മൾ ആ പാപപരിഹാര ദിനത്തിൽ നമ്മൾ എന്ത് ചെയ്തു? അവിടെ കൊമ്പുകളിൽ രക്തം തളിച്ചു, ആ പുരോഹിതൻ രക്തം തളിച്ചു. അതുപോലെ തന്നെ വിശുദ്ധ മന്ദിരത്തിൽ ധൂപപീഠമുണ്ട്.
ആ ധൂപപീഠത്തിൻ്റെ സ്വർണ്ണക്കൊമ്പുകളിലും ആ രക്തം പുരണ്ടിട്ടുണ്ട്. അതുപോലെ അത് കഴിയുമ്പോൾ ഈ വിശുദ്ധ മന്ദിരമുണ്ട്, അതായത് കൃപാസനമുണ്ട്. ഈ കൃപാസനത്തിൻ്റെ മുന്നിലും വശങ്ങളിലും തിരശ്ശീലയുമായി അതിലെല്ലാം രക്തം തളിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വ്യക്തമാക്കുന്നത് നാം പാപത്തിന് ക്ഷമ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളാണ്. അപ്പോൾ കോടതിയിൽ ഈ കൊമ്പുകളിലുള്ള രക്തവും കൃപാസനത്തിൻ്റെ വശത്തും മുന്നിലുമായുള്ള രക്തക്കറകളും എല്ലാം നാം പാപത്തിന് വേണ്ടി യാചിച്ചു എന്നതിൻ്റെ തെളിവുകളായിട്ട് അവിടെ മാറുകയാണ്. അപ്പോൾ യേശുവിൻ്റെ രക്തം ഓരോ ചുവടിലും വഴിയൊരുക്കുന്നു. നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി ഒരുക്കിയാണ് ദൈവം നമ്മെ ദൈവത്തിൻ്റെ അടുത്തിലേക്ക് നയിക്കുന്നത്. ഇത് നമുക്ക് പ്രത്യാശ നൽകുന്നു. കാരണം യേശു നമ്മോട് ക്ഷമിക്കുകയും നമ്മുടെ പാപങ്ങൾ മായ്ക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ മുന്നിലെത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഈ ക്രൂശിലെ യാഗം നീതിയായി അംഗീകരിക്കാനാവില്ല എന്ന് ചിലപ്പോൾ സാത്താൻ പറഞ്ഞിരിക്കും. നമ്മുടെ യേശു ഉറപ്പ് നൽകുന്നില്ലെങ്കിൽ, യേശു നമുക്ക് പാപമോചനം നൽകുന്നില്ലെങ്കിൽ നമുക്ക് ക്രൂശീകരണത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ആ ക്രൂശീകരണം, യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്നതിൻ്റെ ശരിക്കുള്ള പ്രയോജനം നമുക്ക് വരുന്നത് ഈ ന്യായവിധിയുടെ സമയത്താണ്. ന്യായവിധിയുടെ സമയത്താണ് നാം എത്രത്തോളം യേശുവിൻ്റെ ക്രൂശീകരണം നമുക്ക് വേണ്ടി മരിച്ചതിൻ്റെ പ്രാധാന്യം നമുക്ക് അപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ എബ്രായർക്ക് എഴുതിയ ലേഖനം 8:10 നാം ഇപ്രകാരം കാണുന്നു: ഈ കാര്യം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായിരിക്കും. ഈ ന്യായപ്രമാണങ്ങളെല്ലാം അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഹൃദയങ്ങളിൽ എഴുതുമ്പോൾ തീർച്ചയായും ഹൃദയത്തിൽ മാറ്റം വരും. പശ്ചാത്താപത്തിലേക്ക് നാം പോകും. അപ്പോൾ പശ്ചാത്താപത്തിൽ പോകുമ്പോൾ തീർച്ചയായും മഹാപുരോഹിതൻ അവിടെ യാഗം കഴിക്കും. കോലാടിനെ യാഗം കഴിക്കുകയും അതിൻ്റെ രക്തം ഈ കൊമ്പുകളിലും ഈ താമ്ര യാഗപീഠത്തിൻ്റെ കൊമ്പുകളിലും ഈ ധൂപപീഠത്തിൻ്റെ സ്വർണ്ണക്കൊമ്പുകളിലും അതുപോലെ തന്നെ കൃപാസനത്തിലുമെല്ലാം തളിക്കുമ്പോൾ അതെല്ലാം നമുക്ക് പാപമോചനത്തിൻ്റെ തെളിവുകളായി മാറും. അപ്പോൾ ആ തെളിവുകൾ മുന്നിലിരിക്കുമ്പോൾ തീർച്ചയായും ഒരിക്കലും ആർക്കും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ സാധിക്കില്ല. പിശാച് എപ്പോഴും അവിടെ നിന്ന് ഇവൻ എൻ്റെ ഭാഗത്താണെന്ന് പറയുമ്പോൾ ഈ തെളിവുകളെല്ലാം യേശു അവിടെ കാണിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ മധ്യസ്ഥം അവിശ്വസനീയമാം വിധം നല്ല വാർത്തയായിരിക്കുന്നത്? തീർച്ചയായും യേശുവിൻ്റെ മധ്യസ്ഥം, നമ്മെ അറിയുന്ന ഒരാൾ മധ്യസ്ഥം വഹിക്കുമ്പോൾ അതിൻ്റെ പ്രയോജനം വ്യത്യാസമുണ്ട്. നമ്മളൊക്കെ ഒരു അറിയുന്ന വക്കീലോ ഒരു അറിയുന്ന ജഡ്ജിയോ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ പ്രയോജനം വ്യത്യാസമുണ്ടായിരിക്കും. അതുപോലെ തന്നെ നീതിയുടെ നെടും തൂണായി നാം നിയമത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ സുവിശേഷം കൂടാതെ നമുക്ക് എന്ത് പ്രത്യാശയുണ്ട്? സുവിശേഷം, യേശു വീണ്ടും വരുന്നു എന്നുള്ള ആ സുവിശേഷം നമുക്ക് പ്രത്യാശ തരുന്നു. കാരണം ആ നീതിയോടെ നമ്മൾ നിർത്തുമ്പോൾ യേശുവിനെ വീണ്ടും കാണാമെന്നുള്ള ആ പ്രത്യാശയിൽ നാം ആയിരിക്കും. നമുക്ക് വ്യാഴാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. വ്യാഴാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് യേശു ന്യായവിധിയിൽ നമ്മുടെ അഭിഭാഷകൻ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ആ പാഠത്തിൻ്റെ അതേപോലെ തന്നെയാണ് ഇവിടെ കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ അഭിഭാഷകൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. നമുക്കൊരു വാക്യം വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 9-ഉം 20-ഉം വാക്യം. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. 20-ാം വാക്യം. അവിടേക്ക് യേശു മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. ഈ 1844 നമുക്ക് വേണ്ടി മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമാണ് അവിടെ മഹാപുരോഹിതനായി പ്രവേശിച്ചിരിക്കുന്നത്. ഈ പരിശോധന ന്യായവിധി നടക്കുന്ന സമയത്ത് നമ്മുടെ വക്കീലായി അവിടെ യേശു ക്രിസ്തു ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ട്. അതുതന്നെയാണ് നമ്മുടെ പ്രത്യാശയും നമ്മുടെ ഉറപ്പും.
ഈ പ്രത്യാശയും നമ്മുടെ ഉറപ്പും നാം ചിന്തിക്കുമ്പോൾ നമുക്ക് ഇവിടെ യോഹന്നാൻ 2:1 പറഞ്ഞിരിക്കുന്നത് പോലെ സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിൽ അവൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ നമ്മെ വിശുദ്ധിയിൽ ഇപ്പോൾ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ന്യായവിധിയിൽ നമ്മെ അഭിഭാഷകനായി നിലകൊള്ളുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ നമ്മൾ നേരത്തെ വായിച്ച പോലെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കാവുന്ന വീണ്ടും മേഘങ്ങളിൽ രണ്ടാമത് പ്രത്യക്ഷനാവുക തന്നെ ചെയ്യും. അങ്ങനെ രണ്ടാമത് പ്രത്യക്ഷനാകുന്ന ആ ഒരു സാഹചര്യം കാണുവാൻ വേണ്ടി ഈ ന്യായവിധി സമയത്ത് അഭിഭാഷകനായി പ്രവർത്തിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം വളരെയധികം ആവശ്യമാണ്. നമ്മുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിവുണ്ടെന്ന് നമ്മൾ വാക്യങ്ങൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ശരിയായ പ്രക്രിയ നടക്കുന്നത് ഈ സമയത്ത്, ഈ പരിശോധന ന്യായവിധിയുടെ സമയത്ത്. കൊടും പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ കാര്യത്തിൽ നാം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, കൽപ്പനകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം വ്യക്തമായി സാത്താൻ എല്ലാം ഓർത്ത് വെച്ച് ആ ന്യായവിസ്താര സഭയിൽ കൊണ്ടുവരും. എന്നാൽ ന്യായവിസ്താര സഭയിൽ കൊണ്ടുവരുമ്പോൾ യേശു അവിടെ എല്ലാം കണ്ടിട്ട് ഇതെല്ലാം എൻ്റെ രക്തത്താൽ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു എൻ്റെ പ്രിയപുത്രൻ എന്നുള്ള ആ ഒരു വിളിയിലേക്ക്, ആ ഒരു നിലയിലേക്ക് നമ്മെ കൊണ്ട് എത്തിക്കുവാൻ അത് ഇടയാക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ അഭിഭാഷകനായ യേശു നിലകൊള്ളുമ്പോൾ നമുക്കിനി ഒന്നും ഭയക്കേണ്ട കാര്യം. കാരണം ആ അഭിഭാഷകനെയും നമുക്കറിയാം, നമ്മുടെ ജഡ്ജിയായിരിക്കുന്ന ആളിനെയും നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ആ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. നാം ഈ മഹാപുരോഹിതൻ ഭൗതിക ശുശ്രൂഷയിൽ നാം നോക്കുമ്പോൾ ആ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് യാഗങ്ങൾ അർപ്പിക്കുമ്പോൾ അതുപോലെ തന്നെ ചുറ്റുമിരിക്കുന്ന ആൾക്കാർ ആത്മദമനം ചെയ്തുകൊണ്ടും പാപപരിഹാരത്തിന് വേണ്ടി അയച്ചുകൊണ്ടും ഉപവാസത്തോടെയും പ്രാർത്ഥനയോടും കൂടി ആയിരുന്നതുപോലെ നമുക്കുമായിരിക്കാം. അതുപോലെ നാം ഇവിടെ നോക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിലെ അവൻ്റെ മധ്യസ്ഥതുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഇതും നാം കണ്ടത് തന്നെയാണ്. ക്രൂശിലെ മരണം അവിടെ നടന്നില്ലായിരുന്നുവെങ്കിൽ, യേശു നമുക്ക് വേണ്ടി യാഗമായ ആ അവസാന തുള്ളി രക്തവും നമുക്ക് വേണ്ടി ചൊരിഞ്ഞില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരിക്കലും ആ കോടതിയിൽ നിൽക്കുമ്പോൾ ഒരിക്കലും വെണ്മ വസ്ത്രത്തോടുകൂടി നിന്നുകൊണ്ട് യേശുവിൻ്റെ ദൈവത്തിൻ്റെ ഭാഗത്താകുവാൻ സാധിക്കില്ല. സാത്താൻ നമ്മളെ അപ്പോഴേ പിടിച്ചു വലിച്ച് അവൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകുമായിരുന്നു. രക്ഷയുടെ പദ്ധതിക്ക് ന്യായവിധി ആവശ്യമായിരിക്കുന്നത് എന്തുകൊണ്ട്? രക്ഷയുടെ പദ്ധതിക്ക് ന്യായവിധി ആവശ്യമാണ്. കാരണം നാം എന്തുകൊണ്ടാണ് നീതീകരിക്കപ്പെട്ടത്, എന്തുകൊണ്ടാണ് നാം ദൈവഭാഗത്തായത്, എന്തുകൊണ്ട് നമ്മുടെ പാപങ്ങളെ മോചിക്കപ്പെട്ടു എന്നെല്ലാം അറിയണമെങ്കിൽ ആ ന്യായവിധി ആവശ്യമാണ്. ദൈവം നീതിയുള്ള ദൈവമാണെന്ന് അറിയണമെങ്കിൽ ന്യായവിധി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ രക്ഷയുടെ പദ്ധതിക്ക് ന്യായവിധി വളരെ പ്രധാനമാണ്. നമുക്ക് വെള്ളിയാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. വെള്ളിയാഴ്ചത്തെ പാഠം കൂടുതൽ ചിന്തയ്ക്ക്. ന്യായവിധിയിൽ യേശു നമുക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനവും നമ്മുടെ പങ്കും വിവരിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കുക. അതായത് ന്യായവിധിയിൽ നമുക്ക് തീർച്ചയായും പങ്കുണ്ട്. നാം ആത്മതമനം ചെയ്യുകയും നാം പാപത്തിന് വേണ്ടി യാചിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം മഹാപുരോഹിതൻ ഇപ്പോൾ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. ആ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ ഇവിടെ നാം ചെയ്യേണ്ടതായ ചില കർത്തവ്യങ്ങളുണ്ട്. പ്രവേശിക്കുമ്പോൾ നാം ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, നാം ആത്മതപനം ചെയ്യണം, നമ്മുടെ പാപക്ഷമയ്ക്ക് വേണ്ടി യാചിക്കേണ്ടതും ആവശ്യമാണ്. ആ സമയത്ത് ആരും ഒരു വേലയും ചെയ്യുവാൻ പാടില്ല. ശബത്ത് പോലെ തന്നെ ആ 7-ാം മാസം 10-ാം തീയതി ആചരിക്കേണ്ടതാണ്. അത് 9-ാം തീയതി വൈകുന്നേരം മുതൽ 10-ാം തീയതി വൈകുന്നേരം വരെ നാം ആചരിക്കുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും വേല ചെയ്താൽ അവൻ ആ പാളയത്തിന് പുറത്താക്കപ്പെടും. സ്വർഗീയ മന്ദിരത്തിൽ അവന് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ നാം എപ്പോഴും ഈ പരിശോധന ന്യായയുടെ സമയം നമുക്ക് മനസ്സിലായി. 1844 മുതൽ പരിശോധന ന്യായവിധി ആരംഭിച്ചിരിക്കുകയാണ്. ഈ പരിശോധന ന്യായവിധി ആരംഭിച്ചിരിക്കുന്ന ഈ വേളയിൽ നാം ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക.
നാം ഈ വിശുദ്ധ മന്ദിര ശുശ്രൂഷകൾ പറഞ്ഞിരിക്കുന്നത് പോലെ ഇതുപോലെയാണോ നാം ചെയ്യേണ്ടത്, അതുപോലെയാണോ നാം ചെയ്യുന്നത് എന്നൊരു നിമിഷം ചിന്തിക്കുക. നാം ഈ സമയത്ത് ചിലവഴിക്കേണ്ടത് ആത്മഗമനത്തിലും പാപമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലുമാണ്, ഉപവാസത്തിലാണ്, ഒരു ശബദായി നാം ആചരിക്കേണ്ട ആവശ്യത്തിലാണ്. എന്നാൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ദുഷ്ട പ്രവൃത്തികളല്ലേ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാം ജഡീകമായ ഫലങ്ങളല്ലേ കായ്ച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആ കൃപയുടെ ഫലങ്ങൾ കായ്ക്കാൻ, ആ നല്ല ഫലങ്ങൾ നാം കായ്ക്കുന്ന സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും പരോപകാരവും ഇന്ദ്രിയജയവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നാം ചിന്തിക്കുക. ആ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് പാപമോചനം നമുക്ക് ലഭിക്കുവാൻ സാധിക്കും. ഒരിക്കലും ആ ഫലങ്ങൾ നമ്മൾ കാണുന്നില്ല എങ്കിൽ, നാം പാപമോചനത്തിന് വേണ്ടി യാചിക്കുന്നില്ലെങ്കിൽ, നാം ആത്മതപനം ചെയ്യുന്നില്ല എങ്കിൽ ഒരിക്കലും ആ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചിരിക്കുന്ന ആ പുരോഹിതനും ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ആ പുരോഹിതനും അവിടെ ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. കാരണം നാം ഇവിടെ ആ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായ നമ്മുടെ പ്രവൃത്തി നാം ചെയ്യുന്നില്ല എന്ന് വരും. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ആ സ്വീകാരം നാം മുറുകെ പിടിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തിന് വേണ്ടി നാം പ്രവർത്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി അനേകരെ കൂട്ടേണ്ടത് നമുക്ക് ആവശ്യമാണ്. എപ്പോഴും നാം ദൈവിക പ്രവർത്തികളിൽ ഏർപ്പെടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നാം ആ പ്രവർത്തനത്തിൽ നമുക്ക് ഏർപ്പെടാം. സ്വർഗീയ മന്ദിരത്തിൽ യേശു അവിടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചിരിക്കുന്നു. അവിടെ അവൻ നമുക്ക് വേണ്ടി പരിശോധന ന്യായവിധി നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ അഭിഭാഷകനായി അവിടെ പ്രവർത്തിക്കുന്നു. ആ അഭിഭാഷകനായി പ്രവർത്തിക്കുന്ന സമയത്ത് ആ അഭിഭാഷകൻ്റെ ആ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുന്നതും ആ അഭിഭാഷകന് ക്ഷീണം സംഭവിക്കുന്നതുമായ പ്രവർത്തികൾ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നാം ആത്മഗമനം ചെയ്യുന്നവരും പ്രാർത്ഥിക്കുന്നവരും പാപത്തിനു വേണ്ടി യാചിക്കുന്നവരും ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്നവരുമായി നമുക്ക് മാറാം. ആ കാലഘട്ടം കഴിയുമ്പോൾ നമ്മുടെ കൃപയുടെ കാലം എപ്പോൾ അവസാനിക്കുമെന്ന് നമുക്കറിയില്ല. നമ്മുടെ ഓരോരുത്തരുടെയും കേസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എടുത്ത് നമ്മുടെ കേസ് വരുമ്പോൾ തീർച്ചയായും അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയും പിന്നെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല. നമുക്ക് പിന്നെ അനീതി ചെയ്യുന്നവൻ പിന്നെ അനീതി മാത്രമേ ചെയ്യാൻ സാധിക്കൂ. നന്മ ചെയ്യുന്നവന് വീണ്ടും നന്മ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നാം അത് മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുക. നമുക്ക് ചർച്ചയ്ക്കുള്ള ചോദ്യങ്ങൾ: യേശു തൻ്റെ മുറിവേറ്റ കൈകൾ പിതാവിൻ്റെ മുൻപാകെ നമുക്ക് വേണ്ടി ഉയർത്തുന്നു എന്ന ചിന്തയിൽ എന്ത് വികാരങ്ങളാണ് ഉണർത്തുന്നത്? ന്യായവിധിയിൽ ഇത് നമ്മുടെ ഏകപ്രതീക്ഷയായിരിക്കുന്നത് എന്തുകൊണ്ട്? കാരണം നാം പാപിയാണ്. ആ പാപം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ ആ കോടതിയിൽ നാം ചെന്ന് നിൽക്കുമ്പോൾ സാത്താൻ നമ്മൾ വിധിക്കും. അതാണ് ഈ പാപം ചെയ്തിട്ടുണ്ട്, ആ പാപം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമെന്നുള്ളൊരു പേടിയോടുകൂടിയാണ് ശരിക്കും പലപ്പോഴും നമ്മൾ ആ സന്നിധിയിൽ നിൽക്കുന്നത്. എന്നാൽ യേശു അവിടെ തൻ്റെ കാൽവറിയിലെ മുറിവേറ്റ കൈകൾ വിടർത്തിക്കൊണ്ട് അവിടെ നമുക്ക് വേണ്ടി വാദിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ആദ്യം ചിലപ്പോൾ നമ്മൾ ഭീതിയോടെ ആയിരിക്കും ആ കോടതിയിൽ പോകുന്നത്. എന്നാൽ പിന്നെ പ്രതീക്ഷ വരും. പിന്നെ നമുക്ക് നമ്മുടെ വിജയം കണ്ട് നമുക്ക് സന്തോഷമുണ്ട്. അങ്ങനെ പല പല പ്രതീക്ഷകൾ. പിന്നെ നമുക്കത് വിജയം ലഭിച്ചു കഴിയുമ്പോൾ ഒരു സമാധാനമുണ്ട്. അങ്ങനെ പല പല ഭാവങ്ങളിൽ കൂടെ പല പല വികാരങ്ങളിൽ കൂടെ നമ്മൾ ആ സാഹചര്യത്തിൽ കടന്നു പോകേണ്ടതായിട്ട് വരും. നാം പാപപരിഹാര ദിനത്തിലാണ് ജീവിക്കുന്നത്. നഷ്ടപ്പെട്ട പാപികളെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് പാപപരിഹാരം. അങ്ങനെയെങ്കിൽ പാപികളെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ വേലയ്ക്കായി സമർപ്പിച്ച ഏതൊരു ദിവസവും നല്ല വാർത്തയാകേണ്ടതില്ല. നമ്മുടെ നഷ്ടപ്പെട്ട പാപികളുടെ ദിവസമാണ് പാപപരിഹാര ദിവസം. അതുകൊണ്ട് തന്നെ ആ പാപപരിഹാര ദിവസം നമ്മൾ ഓരോ ദിവസവും നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാൻ വേണ്ടി നാം വിനിയോഗിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആത്മഗമനം ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അത് തീർച്ചയായും നമ്മുടെ നിത്യജീവനത്തിന് അത് ഉപകാരപ്രദമാകും. നമ്മുടെ കൃപയുടെ കാലം അവസാനിക്കുന്നതിന് മുമ്പ് നമ്മുടെ
ആ നീതിമാന്മാരുടെ കൂട്ടത്തിൽ എണ്ണുവാൻ അത് ഇടയാക്കി തീർക്കുകയും ചെയ്യും. അതുപോലെ എലൻ ജി വൈറ്റ് എഴുതിയിരിക്കുന്ന ശ്രദ്ധി, ക്രിസ്തുവിന് മാത്രമേ നമുക്ക് വേണ്ടി ഫലപ്രദമായ അഭ്യർത്ഥന നടത്തുവാൻ കഴിയൂ. നമ്മുടെ യോഗ്യതകൾ കൊണ്ടല്ല, മറിച്ച് സ്വന്തം വാദങ്ങൾ ഉപയോഗിച്ച് കുറ്റാരോപിതനെ നിശബ്ദനാക്കുവാൻ ക്രിസ്തുവിന് കഴിയും. അഡ്വന്റിസ്റ്റ് റിവ്യൂ ആൻഡ് ശബത്ത് ഹെറാൾഡ് ജനുവരി 21. ഈ പ്രത്യാശ നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമാക്കാം? കാരണം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ വേറെ ആർക്കും നമ്മുടെ പാപങ്ങൾ മോചിച്ചു തരുവാൻ സാധിക്കുകയില്ല. ക്രിസ്തുവിന് മാത്രം. സാത്താൻ ആരോപിക്കുമ്പോൾ ഇല്ല, അതിനുള്ള പാപക്ഷമ വ്യക്തി എന്നോട് ചോദിച്ചിട്ടുണ്ട്. ആ രക്തത്താൽ ഞാൻ ആ പാപം കളഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ ആർക്കും സാധിക്കില്ല. യേശുവിന് മാത്രമേ സാധിക്കൂ. ആ യേശു നമ്മുടെ അഭിഭാഷകനായി സ്വർഗത്തിലുണ്ട്. ആ കൃപയുടെ കാലം അവസാനിക്കുന്നതിന് മുമ്പ് നമുക്കും നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. ഇന്നത്തെ പാഠത്തിൽ പഠിച്ചതുപോലെ തന്നെ വിശുദ്ധ മന്ദിരത്തിൽ നിന്നുള്ള വെളിച്ചം തീർച്ചയായും കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവാകുന്ന വെളിച്ചത്തിൽ നാം ആശ്രയിച്ചുകൊണ്ട്, ആ യേശു ക്രിസ്തു ആകുന്ന വെളിച്ചത്തിൽ നാം ആ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, ആ യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ മനപ്പാഠവാക്യം ഒരിക്കൽ കൂടി വായിക്കാൻ ആഗ്രഹിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1-2. നാം ഈ പറയുന്നതിൻ്റെ സാരം എന്തെന്നാൽ, സ്വർഗത്തിൽ മഹിമാസനത്തിൻ്റെ വലത്ത് ഇരുന്നവനായി വിശുദ്ധ സ്ഥലത്തിൻ്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിൻ്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. ഞങ്ങളത് വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, അടിയങ്ങൾക്ക് ഈ പാഠം പഠിക്കുവാൻ തന്ന കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടിയങ്ങൾക്ക് വേണ്ടി ഒരു അഭിഭാഷകനായി അവിടുന്ന് കൂടെ ഇരിക്കുന്നു എന്നറിയുന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളെ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ അറിയാവുന്ന ഒരു അഭിഭാഷകനും ജഡ്ജിയും അവിടുന്ന് ആയിരിക്കാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബലഹീനതകൾ എന്തെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് വാദിക്കുവാനും സാത്താനിൻ്റെ ആ കെട്ടിൽ പെട്ടുപോകാതെ അവിടുന്ന് വലിച്ചെടുക്കുവാനും ദൈവം ഞങ്ങളെ ഇടയാക്കുന്ന സാഹചര്യത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളെ അതുപോലെ ഞങ്ങൾ ആത്മദമനം ചെയ്തുകൊണ്ടും പാപമോചനത്തിനായി അയച്ചുകൊണ്ടും ഈ പരിശോധന ന്യായവിധിയുടെ സമയത്തായിരിക്കാൻ അവിടുന്ന് ഇടയാക്കണം. ചോദിച്ചാലും നന്മകളെ കൊണ്ട് നിറയ്ക്കണം. രക്ഷ എന്നത്തും പ്രാർത്ഥനയ്ക്കുള്ളമാരാണ് സ്വർഗസ്ഥ പിതാവേ. ആമേൻ.